ഉത്തരകാശി രക്ഷാപ്രവർത്തനത്തിലൂടെ 2 മാസം മുന്നേ രാജ്യത്തിൻ്റെ കയ്യടി നേടിയ വക്കീൽ ഹസന്റെ വീടിന് മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ വീട് ഇന്നലെ അനധികൃത കെട്ടിടമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞ ദിവസം DDA അധികൃതർ പൊളിച്ചു കളഞ്ഞത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഈ വീട് വക്കീൽ ഹസനും കുടുംബവും താമസിക്കുന്ന വീടായിരുന്നു. ദില്ലിയിലെ ഖജൗരി ഏരിയയിലാണ് ഈ ഒരു വീടുള്ളത്. ഇവിടുത്തെ ഈ വക്കീൽ ഹസന്റെ വീടാണ് പൂർണ്ണമായിട്ടും ഇടിച്ച് നിരത്തിയിരിക്കുന്നത്. ഈ കുടുംബത്തിന് തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഈ വീട് അധികൃതരുടെ ഭാഗത്തുനിന്നും പൊളിക്കുന്ന നടപടിയിലേക്ക് കടന്നത്. ഇന്നലെ ഈ വീട് പൊളിക്കുന്ന സമയത്ത് വക്കീൽ ഹസനോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലും വകവയ്ക്കാതെയാണ് പോലീസിൻ്റെ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ വീട് പൊളിക്കുന്ന നടപടി ഉണ്ടായത്. അതിനുശേഷം വീട്ടിലെ ഉപകരണങ്ങളടക്കം എടുത്ത് ഈ റോഡ് സൈഡിൽ വയ്ക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ, ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് പോലെ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ റോഡ് സൈഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അധികൃതർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും വക്കീൽ ഹസനും കുടുംബവും ഇവിടെ വലിയ തോതിലുള്ള ഒരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ ഒരാളോടാണ് അധികൃതർ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അനധികൃതമെന്ന പറഞ്ഞ് വീട് പൊളിച്ച് കളയുമ്പോൾ പോലും ഒരു തരത്തിൽ മുൻകൂറായിട്ട് നോട്ടീസ് നൽകാൻ പോലും തയ്യാറാകാതെയാണ് വീട് പൊളിച്ചു കളയുന്ന നടപടിയിലേക്ക് അധികൃതർ നീങ്ങിയത്. അതിനെതിരെ തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പുതിയ ഒരു വീട് നൽകുന്നതുവരെ ഇവിടെ പൊളിച്ചു കളഞ്ഞ വീടിൻ്റെ മുന്നിൽ സമരവുമായി തുടരാൻ തന്നെയാണ് വക്കീൽ ഹസനും അതോടൊപ്പം തന്നെ കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ തന്നെ ഈ റോഡ് സൈഡിൽ വലിയ തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഇവർ. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ദില്ലി സർക്കാരിനെതിരെ പോലും ഉയർന്നു വരുന്നുണ്ട്. കാരണം ദില്ലി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയത്. ആ ഒരു നടപടിയിലേക്ക് നീങ്ങുമ്പോൾ വലിയ തലത്തിൽ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഇപ്പോൾ അലയടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത്. വക്കീൽ ഹസന്റെ വീടിന് മുന്നിൽ നിന്നും ക്യാമറമാൻ അതുൽ സിയസിനൊപ്പം വിഷ്ണു തലവൂർ.